ഹായ്, എൻ്റെ പേര് തരുൺ. ന്യൂ ഫിലിം സ്കൂളിൽ N25 ബാച്ചായിരുന്നു. ഞാനിപ്പോൾ പാസ് ഔട്ടായിട്ട് ഏകദേശം 2 കൊല്ലം ആവാറായി. അതിലിപ്പോൾ 3 പടത്തിലും ഒരു വെബ് സീരീസിലും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫിലിം അസിസ്റ്റൻറ്റ് സ്പോട്ട് എഡിറ്ററായിട്ടായിരുന്നു. തേർഡ് ഫിലിം ഫുൾ സ്പോട്ട് എഡിറ്ററായിട്ട് കയറിയായിരുന്നു. സെക്കൻഡ് ഫിലിം ഞാൻ ചെയ്തതാണ് ഇപ്പോൾ റിലീസ് ആയതേക്കുന്നത് സുമതി വളവ്. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. സുമതി വളവിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. നീലേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഹീസ് എ ന്യൂ ഡയറക്ടർ. പുള്ളി ആഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് യൂസ് ടു ഡേ ഷൂട്ട്സ്. ഞാൻ അങ്ങനെ നൈറ്റ് ഷൂട്ട്സ് അധികം ചെയ്തിട്ടില്ല. സുമതി വളവിൽ ഞാൻ വന്നപ്പോഴേക്കും ഐ വാസ് ടുവേർഡ്സ് ദ ഫൈനൽ ഷെഡ്യൂൾ. ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഈവനിങ് 6 o'clock, 5:36 to almost 6 o'clock in the morning. It's not what you expect. രാത്രി ഇരിക്കുമ്പോൾ ഉറക്കം വരാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വി വിൽ fall asleep. But our സെറ്റിൻ്റെ ആ ഒരു എനർജി ഡിസൈഡ്സ് ഹൗ യു ആർ. ഡ്യൂറിങ് ദ ഡേ യു ക്യാൻ ഫൈൻഡ് യുവർ ഓൺ എനർജി, യു ക്യാൻ മോട്ടിവേറ്റ് യുവർ സെൽഫ് ടു കീപ് യുവർ സെൽഫ് awake. But at night the entire set has to be energetic to make sure that you are awake throughout and alert and make sure that things run smoothly. ഇതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയെന്ന് വെച്ചാൽ, ഒരു ആക്ഷൻ സീൻ വരുമ്പോൾ രാത്രിയിലത്തെ ഒരു ആക്ഷൻ സീൻ ഉണ്ടായിരുന്നു. ആ നൈറ്റിലെ ആക്ഷൻ സീൻസ് വരുമ്പോൾ ലൈറ്റിംഗ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്, what all problems you can face with the stunt team, with the stunt director. I was able to interact with the stunt director. അതെനിക്കൊരു ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സുജിത് ഭാസ്കർ എൻ്റെ ബോസ് ആയിരുന്നു അതിൻ്റെ അകത്ത്. ആൻഡ് I was able to learn a lot from him. So patience, understanding, observation skills. നമ്മൾ ചില സമയത്ത് ഡയറക്ടർ പോലും വിട്ടുപോയ ഒരു കാര്യം പോലും കാണിച്ചു കൊടുക്കേണ്ടി വരും. ആൻഡ് വെൻ യു വർക്കിംഗ് ആസ് എൻ അസിസ്റ്റൻറ്റ് യു ക്യാൻ ടെൽ യുവർ സീനിയർ ആൻഡ് ദെൻ ഹി വിൽ കൺവേ ടു ദ ഡയറക്ടർ ഇഫ് ഹി തിങ്സ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. And be at your absolute best behavior on set throughout, because it is something that is not expected of you, but I would say you should demand that to yourself and others, that make sure that your best behavior is always out there for people to remember you. Technically ഒരു എഡിറ്റർ ആവണമെങ്കിൽ technically all you need to know is when to cut, when to paste. Basically അതാണ് നമ്മൾ യൂട്യൂബിൽ പഠിക്കുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലേക്ക് കയറി വരുവാണെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കുറേ പരിപാടികൾ, എവറിബഡി ഹാസ് ദെയർ ഓൺ ഐഡിയ ഓഫ് ഇറ്റ്. ഒരു ബേസ് കിട്ടണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചില്ലെങ്കിലും വന്നാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. വാട്ട് ഐ ഗോട്ട് ടു ലേൺ ഫ്രം നിയോ ഇസ് വൈ വി ആർ കട്ടിങ്, നോട്ട് വെൻ വി ആർ കട്ടിങ്, വൈ ആർ വി കട്ടിങ്. ആ ഒരു പോയിന്റിൽ നമ്മൾ എന്തിന് കട്ട് ചെയ്യുന്നു? ഡസ് ദാറ്റ് സീൻ റിക്വയർ മോർ ടൈം? ഹാസ് ഇറ്റ് കൺവേഡ് ഇറ്റ്സ് ഇമോഷൻസ്? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള, അത് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ കട്ട് ചെയ്യണം? That is what I got to learn. And why are we cutting? Like the reasons because time to shift to another angle cheyanamengil what all things should be noticed, action continuity, set continuity, props continuity, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒബ്സർവേഷൻ ഓൺ ഈച്ച് പിക്സൽ ഓഫ് ദ ഫ്രെയിം എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ എൻ്റെ ഒരു ബിഗിനിങ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് ദെൻ ഓൺ സെറ്റ്, ഇവിടുത്തെ പ്രൊഡക്ഷൻസിൽ ഇങ്ങനെ കുറേ പ്രൊഡക്ഷൻസിൽ ഭാഗമാകാൻ പറ്റുകൊണ്ട് ഓൺ സെറ്റിൽ കിട്ടിയ കുറേ ഇൻഫർമേഷൻ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഹ്യൂജ് ഐ ഓപ്പണർ ഫോർ മീ. അത് ഞാൻ യൂട്യൂബിൽ ചുമ്മാ നോക്കിയിരുന്ന് പഠിച്ചാലും ഫിസിക്കലി ഞാൻ ആ സെറ്റിൽ പോയിട്ട് ഫിസിക്കലി ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ്സ് ഐ ഗോട്ട് ഫ്രം ലേണിംഗ് എഡിറ്റിംഗ് ഇൻ ദിസ് ഫിലിം സ്കൂൾ. വെൻ ഐ മെൻഷൻഡ് ഫിലിം സ്കൂൾ, my parents were like, we are spending more money on education where you could have spent it on higher education, MBA, BA, അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ബട്ട് ഐ വാസ് ലൈക്ക്, ഐ റിയലി വാണ്ട് ടു ഡു ദിസ്. So they were very skeptic about how much I'll be able to make, because in general നമ്മൾ ഫിലിംകാരെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റി കേൾക്കുമ്പോൾ they don't get paid on time, there is no regular income, there will be months of no work. It was pretty difficult to convince them because it's a passion driven thing. നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല that ഞാൻ ഫസ്റ്റ് പടത്തിൽ കയറുമ്പോൾ തന്നെ എനിക്ക് 5 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം ഒക്കെ കിട്ടുന്നു. You will have to get yourself out there, people have to notice you, it will take time. അപ്പോൾ ആ ഒരു പേഷ്യൻസ് വേണം. And I was lucky enough to convince my parents. Slowly അവർ പ്രോഗ്രസ് കണ്ടു തുടങ്ങിയപ്പോൾ they were like, okay, he may be able to do something out of this, but if he can't, we'll be there to support him എന്നുള്ളൊരു സാധനം. I was very lucky when my parents said yes to that. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം I got to find out that എല്ലാ ഫീൽഡിലും നിയോയിലെ ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. Be it cinematography, editing, VFX, sound, direction, anything, any field you pick out, അതിൽ എപ്പോഴെങ്കിലും നിയോ അലൂമിനായി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു നിയോ അലൂമിനായി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എവറിബഡി നോസ് നിയോ. സോ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഫോർ മീ ടു ബി ഏബിൾ ടു ബി പാർട്ട് ഓഫ് ദാറ്റ് സർക്കിൾ. യൂഷ്വലി നമ്മുടെ വർക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് വരുന്നത്. വി ഗെറ്റ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ഇസ് ഡൺ. സോ ഇവിടെ പഠിക്കാൻ വരുമ്പോഴേക്കും വാട്ട് ഐ ഹാഡ് വാസ്, നമ്മളെ പ്രൊഡക്ഷനിലെടുത്തു.
we were in charge of art, we were in charge of the production includes travel of the actors, set preparation, handling the budget, എല്ലാം ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. So we were able to do a lot of things, learn about a lot of issues that might come within shoot, അത് എങ്ങനെ സോൾവ് ചെയ്യാം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ അങ്ങനെ കുറേ സീനിയേഴ്സിൻ്റെ പ്രൊഡക്ഷൻസിൽ എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. I was able to help them with I think overall ഞാൻ വന്ന് തുടങ്ങിയതിന് ശേഷം I have done maybe about 20, 30, maybe even more than that productions. എൻ്റെ സീനിയേഴ്സ് എല്ലാവരും they've been very gracious enough to appreciate my work, which helped me get more work. നിയോയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഏറ്റവും biggest highlight was two works of mine. One was a work that I personally was involved in, and second ഞാൻ എൻ്റെ സീനിയറിൻ്റെ വർക്ക് ചെയ്ത്. രണ്ട് വർക്കും നമ്മുടെ IFFKയിൽ സ്ക്രീൻ ചെയ്ത് IDFFK ഇതിൽ സ്ക്രീൻ ചെയ്ത പ്രോജക്ട്സ് ആണ്. ആൻഡ് മൈ നെയിം വാസ് അപ്പ് ദെയർ ആൻഡ് മൈ ഫേസ് വാസ് ഓൺ ദ വാൾ. സോ ഇറ്റ് വാസ് എ വെരി ഫിനോമിനൽ എക്സ്പീരിയൻസ്. ആ ഒരു കണക്ഷൻ വിത്ത് ഓൾ ദീസ് സീനിയേഴ്സ് വർ ദാറ്റ് ഗോട്ട് മീ ഇൻ ടു ദ ഫിലിംസ്. ഈ 3 ഫിലിമും എനിക്ക് കിട്ടിയത് എൻ്റെ സീനിയേഴ്സിൻ്റെയും എൻ്റെ ജൂനിയേഴ്സിൻ്റെയും ത്രൂ ആണ്. നമ്മൾ ഒരിക്കലും സെറ്റിലിരിക്കുമ്പോൾ വി ഷുഡൻ ബി ലൈക്ക് ഇവരെൻ്റെ ജൂനിയർ ഇത് പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഒന്നും വിചാരിച്ച് അവരെ ബിലിറ്റിൽ ചെയ്യാൻ പറ്റില്ല. വി ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് ഡൗൺ ടു ദം. പേഷ്യൻ്റ്ലി സംസാരിച്ച് ഹാൻഡിൽ എവറിബഡി വിത്ത് കെയർ, ജസ്റ്റ് ലൈക്ക് you handle your family members. എല്ലാവരെയും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുക. Keep them all happy. Make sure that they are satisfied with the work you put in so that they'll call you again and again and again. The other verticals that we can earn from is through social media. നമ്മൾ ഏത് വർക്കിന് ഭാഗമായിട്ട് കയറിയിട്ടുണ്ടെങ്കിലും whether it be film or short films or documentaries or social media reels, Instagram interviews, all of those things, you have a wide variety. പണ്ട് ഇത്രയും വെറൈറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ you have a wide range of activities that you can be part of, productions that you can be part of. ഇപ്പോൾ films you might not get 1 or 2 or 3 films a year. You might get maybe 1 maximum. അതും ചിലപ്പോൾ പകുതി ഷെഡ്യൂൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. സോ entirety of a film നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ കിട്ടി. So during the gap that we have between the next project, ആ ഒരു ഗ്യാപ്പ് നമ്മൾ സെൽഫ് പ്രൊഡക്ടിവിറ്റി തുടങ്ങണം. ഐ വുഡ് സജസ്റ്റ് ടു നമ്മൾ നിയോയിൽ ചെയ്തേക്കുന്ന വർക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിലിം സ്കൂളിൽ ചെയ്തേക്കുന്ന വർക്കുകളുടെ സ്റ്റിൽസ്, സ്ക്രീൻഷോട്ട്സ്, ടീസേഴ്സ്, ട്രെയിലേഴ്സ്, മൂവീസ് വല്ലതും ഐ മീൻ ഇഫ് യു ബീൻ പാർട്ട് ഓഫ് മൂവീസ് അതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ ഇത് വെച്ചിട്ട് യു ഗൈസ് ഹാവ് ടു പ്രൊമോട്ട് യുവർ സെൽഫ് ഓൺ ഇൻസ്റ്റഗ്രാം, Facebook, all social media platforms, so that people recognize that you worked somewhere and that you are an editor. So നമ്മൾ മാക്സിമം ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക. ഇപ്പോൾ if somebody is doing a short film, approach him, talk to them, talk to friends, tell them that you are doing it. നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ 4 ആൾ അറിയത്തില്ല what we do. We cannot be in a situation where we pray and we hope that our work speaks for itself, because medium is right now of travel is visual media. So even if you are a back-end video editor, unless people see your videos, they are not going to know that you are the one who edited it. So they have to see it. So maximum productions in ഭാഗമാവുക. ഫോട്ടോ ഷൂട്ട്സിന് വേണ്ടി റീൽസ് ചെയ്യുക, BTSന് വേണ്ടി റീൽസ് ചെയ്യുക. I was able to get some work for BTS. കുറച്ച് കോർപ്പറേറ്റ് വർക്കുകൾ എനിക്ക് കിട്ടിയായിരുന്നു. ഞാനൊരു കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു 4-5 months വർക്ക് ചെയ്തായിരുന്നു. അവരുടെ ഓരോ ക്ലയൻസിൻ്റെ നീഡ്സ് അനുസരിച്ച് ഐ ഹാഡ് ടു യൂഷ്വലി അതൊരു ഫോർമാലിറ്റിയിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫോർമുല എക്സ്പീരിയൻസ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ ആയിരിക്കും കോർപ്പറേറ്റ് വീഡിയോസിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് യു ആർ വർക്കിംഗ്, നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. സോ ഗെറ്റ് യുവർ സെൽഫ് ഔട്ട് ദ gap only. If you wait for the next project hoping people will call you, it's not going to happen. You have to put yourself out there. So ഒരു വർഷം ഗ്യാപ്പ് വന്നാലും 6 മാസം ഗ്യാപ്പ് വന്നാലും 2 മാസം ഗ്യാപ്പ് വന്നാലും മാക്സിമം നമ്മൾ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും മാക്സിമം സ്റ്റോറീസ് ഇടുക, മാക്സിമം വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ഇടുക. ടെൽ യുവർ റിലേറ്റീവ്സ് വാട്ട് യു ഡു, ടെൽ ദം ടു ടെൽ അതർ പീപ്പിൾ വാട്ട് യു ഡു. അവരുടെ വഴി കിട്ടിയാലും മതി. It's an opening that you must abuse. അന്ന് ഞാൻ പറയുന്നത്, you have to abuse the social media as much as possible to make sure that you are always employed. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസ് ഹെൽപ്പ് ഔട്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും അവർ നമ്മളെ ഓർക്കുന്നത്. സോ ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി റിമെമ്പേർഡ് ബൈ ഇവിടുത്തെ ഒരു സിനിമാറ്റോഗ്രാഫി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സർ, ഹരി സർ. പുള്ളി മൈൽ സ്റ്റോൺ മീഡിയ നടത്തുന്നതാണ്. പുള്ളി വാസ് ഏബിൾ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ബ്രാൻഡ്സ് ലൈക്ക് സാന്റ മോണിക്ക. അവരുടെ സോഷ്യൽ ഇവൻറ്റ്സ് നടക്കുമ്പോൾ, ഗ്യാതറിങ്സ് നടക്കുമ്പോൾ, പിള്ളേരെ അബ്രോഡ് വിടുന്ന സമയത്തുള്ള പ്രീ ബ്രീഫിംഗ് നടക്കുമ്പോൾ ഒക്കെ ഇവൻറ്റ്സ് അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹി കോൾ മീ ഫോർ വർക്ക്. ഇവിടുത്തെ ആക്ച്വലി എന്നെ റെക്കമെൻഡ് ചെയ്ത വിനീപ് സാറാണ്, എന്നെ ഇവിടെ പഠിപ്പിച്ച സാറ്.
പുള്ളി ത്രൂ ആണ് എനിക്ക് ആ വർക്ക് കിട്ടിയത്. ആൻഡ് ഐ തിങ്ക് ഫോർ ദ പാസ്റ്റ് 2 years ഐ ബീൻ വർക്കിംഗ് വിത്ത് ഹിം ടു ഹെൽപ്പ് എഡിറ്റ് സാന്റ മോണിക്ക വീഡിയോസ്. ദേ ഹാവ് അവർക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് വേറെ ഉണ്ട്. ഞാൻ അവരുടെ പബ്ലിക് ഇവൻറ്റ്സ് ആണ് ചെയ്യുന്നത് കൂടുതലും. ഐ എം ഡൂയിങ് ഇറ്റ് ത്രൂ മൈൽസ്റ്റോൺ മീഡിയ. അങ്ങനെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. അതോടെ തന്നെ ഘടി ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞൊരു ആഡിൻ്റെ രവികിഷൻ കൊണ്ട് ചെയ്ത ഒരു ആഡിൻ്റെ BTS വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. സോ ആസ് ലോങ് ആസ് you have people in the right places and you keep in touch with them, by keeping in touch with them I don't mean message them every single day. Keep in touch with them once in a while, let them know that you are available, and then from there you can build up your portfolio. It's the best way to do it. Maximum ആൾക്കാരായിട്ട് കണക്റ്റിൽ ഇരിക്കുക. One thing that I would like to tell future editors is that be patient. ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ സെറ്റിൽ വെച്ച് വഴക്ക് പറഞ്ഞു തരും. അത് ഗ്രേസ്ഫുള്ളി കേൾക്കുക, അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് മൂവ് ഓൺ. പിടിച്ചിരിക്കരുത്. ഡോണ്ട് ഹോൾഡ് ഗ്രഡ്ജസ് ജസ്റ്റ് ബിക്കോസ് ഹി മെയ്ഡ് ഫൺ ഓഫ് യു ഓൺ ദ സെറ്റ്, അല്ലെങ്കിൽ അവർ സെറ്റിൽ എല്ലാവരുടെ മുന്നിൽ നിന്നെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് അത് കാരണം ഞാനിനി ഒരിക്കലും ചെയ്യത്തില്ല, ഓർ ഐ ഹേറ്റ് ദിസ് ഗൈ എന്ന് പറഞ്ഞിരുന്നാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ് എൽസ്. നെവർ അസ്യൂം യു ആർ ദ ബെസ്റ്റ്. ഒരിക്കലും ഞാൻ ചെയ്തതാണ് നല്ലത് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ എന്നെക്കാട്ടി ഈ സാധനം നല്ലതായിട്ട് ചെയ്യാൻ ആരെയും കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടാവാൻ പാടില്ല. ഹംബിൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോർട്രേറ്റ്, ഐ മീൻ ഒരു ഐഡിയോളജി ഓഫ് ബീങ് ഹംബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഒരു ജൂനിയർ വന്നിട്ട് എന്നോട് ചേട്ടാ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നീ പോടാ നിന്നെ ഐ ഡോണ്ട് ഹാവ് ടു ലിസൺ ടു യു എന്നുള്ളൊരു സംഭവം വരാൻ പാടില്ല. യു ഹാവ് ടു ഓൾവേസ് ബി ഓപ്പൺ ടു സജഷൻസ്, ഓപ്പൺ ടു ലേൺ മോർ. ഒരിക്കലും ഡോണ്ട് ക്ലോസ് യുവർ സെൽഫ് ആൻഡ് സേ ദാറ്റ് ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ്, ദിസ് ഇസ് വാട്ട് പീപ്പിൾ ഗെറ്റ് ടു സീ, ദിസ് ഇസ് മൈ ബെസ്റ്റ് വർക്ക്. ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. ഇറ്റ്സ് ഓൾവേസ് എ കൊളാബറേറ്റീവ് ഇൻഡസ്ട്രി. യു ഹാവ് ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ. യു ഹാവ് ടു ബി ഓപ്പൺ ഫോർ സജഷൻസ്. And we have to be very humble with handling rejections, and also humble with giving out rejections. ഒരാൾ വന്നൊരു സജഷൻ തന്നാൽ അത് വേണ്ട, I don't need to listen to you എന്നല്ല. I understand, but at the moment this is what I want to do. I want to give this a shot, and if it doesn't work, definitely I can try it out. Thank you for the suggestion. Now I have plan B. Plan A was my style, plan B is your style. Thank you for that. അങ്ങനത്തെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. I try to keep a good relationship between my seniors and my juniors. എൻ്റെ ജൂനിയേഴ്സ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്ഷൻസിലും നമ്മൾ വർക്ക് ചെയ്ത ന്യൂ പ്രൊഡക്ഷൻസിലും എൻ്റെ ജൂനിയേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. ആൻഡ് ഐ ഓൾവേസ് ടേക്കൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു അപ്രീഷിയേറ്റ് ദം വെനെവർ ഐ ഗെറ്റ് ദ ചാൻസ്. സുമതി വളവ് ചെയ്യുന്നതിന് 1 വർഷം മുന്നേ ഞാൻ ടെർബോ എന്ന് പറയുന്ന ഒരു മൂവിയുടെ മ്യൂസിക് വീഡിയോൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഐ വാസ് ഏബിൾ ടു സ്റ്റാൻഡ് റൈറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ബി പാർട്ട് ഓഫ് ഹിസ് പ്രൊഡക്ഷൻ. ആ മ്യൂസിക് വീഡിയോ പുറത്ത് ഇറങ്ങിയില്ലെങ്കിലും ആ മ്യൂസിക് വീഡിയോയുടെ സമയത്ത് ഐ വാസ് ഏബിൾ ടു മീറ്റ് അർജുൻ അശോകൻ സാറിനെ ഞാൻ കണ്ട് സാറിനോട് 2 മിനിറ്റ് ഒന്ന് സംസാരിച്ച്, ആൻഡ് ഐ ടുക്ക് എ ഫോട്ടോ, ഐ ടുക്ക് എ സെൽഫി വിത്ത് ഹിം, ആൻഡ് ഐ ടോൾഡ് ഹിം ദാറ്റ് നെക്സ്റ്റ് ടൈം ഐ സീ യു ഓൺ സെറ്റ്. ആൻഡ് ഹി വാസ് ലൈക്ക് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബഡി എന്ന് പറഞ്ഞിട്ട് റാൻഡംലി ഹി മേ ഹാവ് തോട്ട് ദാറ്റ് ഹി സീൻ സം റാൻഡം ഗൈ who just want to take a selfie and he just mentioned some things. അങ്ങനെ ആയിരിക്കാം. I don't know how he took it at that. Maybe he is a busy fellow. സുമതി വളവിൽ വെച്ച് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ ഐ ഷോഡ് ഹിം ദ ഫോട്ടോ ആൻഡ് ഐ ടോൾഡ് ഹിം ദ മൊമെന്റ് വി മെറ്റ് ആൻഡ് ഹി റിമെമ്പേർഡ് ദാറ്റ് മൊമെന്റ് ആൻഡ് ഹി വാസ് ലൈക്ക് അത് നീ ആയിരുന്നല്ലേ എന്നോട് അത് ചോദിച്ചത്, ഓക്കെ കം കൊള്ളാടാ, നൈസ്, ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ എന്നുള്ള രീതിയിൽ ഒരു തംസ് അപ്പ് തന്നു. ആൻഡ് that was something that I believe I manifested, because I told him that I'll meet him on set, and in 1 year I met him, and over a period of time I started believing very much into the understanding of being positive at all times and thinking positive at all times. Whatever happens for the best. ആ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞ് when I was able to understand that I had that, it became possible, it became a reality എന്നുള്ളൊരു സംഭവം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം it was a big thing. And I've always been from then on I've always been manifesting whatever I can do, and right now next on list is making sure that I'm part of a Shah Rukh Khan movie production. Right now my prime priority is to make sure എൻ്റെ പേര് 4 ആൾ അറിയണം. I have to I have been always told this, I will again repeat it, the only person who can promote yourself is you. You have to make sure people know that you are what you are, you do what you do, and I would like to make sure that people know who I am on the sets regularly. So if I am right now spot editor ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം, because 4 ആൾ അറിയണം. They have to keep seeing me, more and more people have to keep seeing me, they have to appreciate my work, I have to be able to do regular consistent good work, and അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് എൻ്റെ ഒരു 100% ആയി കഴിഞ്ഞാൽ hopefully within a few years I'll be a main editor. But until then spot editingലാണ് എൻ്റെ ഒരു താല്പര്യം, because from one project I can jump on to the next
and make sure that I have kept occupied at all times. Because if I do want to be a main editor, then I'll have to prioritize my focus and availability on individual films at all times, unless I become very famous and then I get multiple films. But so far, as of now, I just want to be a spot editor. AI, in general, what people in the film industry, especially the old school editors, they think that it could be a threat to their job. നമ്മുടെ ജോലി പോയി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്, because that is how it's being promoted, where for example, ഇപ്പോൾ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ആണെങ്കിൽ സൈലൻസസ് കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് വിത്ത് 2 clicks യു ക്യാൻ കട്ട് ദ സൈലൻസസ് ബിറ്റ്വീൻ ഓൾ ഓഡിയോസ് ഇൻ യുവർ വീഡിയോസ്. അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഫ്രെയിം ബൈ ഫ്രെയിം ചെക്ക് ചെയ്ത് ഗ്യാപ്സ് പിടിച്ച് ആ സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ വി ഹാഡ് ടു മാനുവലി ഡു ഇറ്റ്. നൗ വി ഹാവ് AI ടു ഡു ഇറ്റ്. അതുപോലെ തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂ ഫീച്ചർ ഇസ് ലൈക്ക് ആഫ്റ്റർ എഫക്ട്സിൽ വന്നേക്കുന്നത് ഇസ് വെയർ യു ക്യാൻ ആഡ് ഫ്രെയിംസ്. നമ്മൾ കുറച്ച് ഫ്രെയിംസ് മിസ്സായിട്ടുണ്ടെന്ന് പോയെന്ന് വെച്ചോ, ആ ഫ്രെയിംസ് നമുക്ക് AI വെച്ച് ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. Adobe has come to a certain level where they can generate images based on what they have learned throughout the videos that you have given them. അപ്പോൾ നമ്മളൊരു വീഡിയോയുടെ ഒരു ഫ്രെയിം 2-3 ഫ്രെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ മിസ്സിംഗ് ഫ്രെയിംസ് കുറച്ച് ആഡ് ചെയ്യാനായിട്ട്, നോട്ട് എൻറ്റയർ തിങ് ബട്ട് കുറച്ച് ഫ്രെയിംസ് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് ദാറ്റ് ഇസ് ഹൗ ഫാർ AI has reached, then how long will it take for them to completely take over our jobs? That always is a big concern for all old school editors. Even editors like me, it's a big concern, because ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ കയറി തുടങ്ങിയുള്ളൂ. I just started to enjoy the feeling. Now I have to be concerned about me losing my job because AI might take over it. അപ്പോൾ that's a big concern, yes. But as long as a human being is controlling the camera, you need a human being behind the monitor, you need a human being behind the system to edit it as well. Because മനുഷ്യൻ്റെ ഇമോഷൻസ് ഏത് നിമിഷത്തിൽ ഏത് ഇമോഷൻ എങ്ങനെ കൺവേ ചെയ്യണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ വേണം. You cannot train AI to every possibility, because AI has to be pointed to some particular emotion to understand that is that. ഇങ്ങനെയും കൺവേ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് manually we'll have to feed it in. Maybe it'll take many years for that to happen, but that on-spot instinct-based editing comes from being a human. So അങ്ങനത്തെ benefits ഒക്കെ ഉണ്ട്. So those benefits have to be abused in a way that it helps you as an assistant, not a threat that will take away your job later. Because you becoming an expert in that will make your demand in the industry go higher. Always, I haven't personally started diving into AI too much, because I want to stick to the traditional shootings for now, because that is what I want to learn, after which I can enhance my knowledge with that. എനിക്കിനി ചാടി കയറി AI കയറിയിട്ട് എനിക്ക് ഫിലിം സെറ്റിൽ AIയുടെ ഒരു യൂസും ഇപ്പോൾ ഇല്ല. ഫിലിമിൽ ഡയറക്റ്റ്ലി നമ്മൾ while it's being shot, there is no benefit of having any AI. The closest that we have is the robotic arm that you use to shoot action shots. Production ശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴായിരിക്കും where you might have to maybe make use, like അങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റീനെ ബെറ്റർ ആക്കാൻ വേണ്ടി അതിനെ യൂസ് ചെയ്ത് അതിനൊരു അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നല്ലാതെ അത് മതി എന്നുള്ളൊരു പരിപാടിയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടുമില്ല, അത് എത്താൻ പാടുമില്ല. അതർവൈസ് ദർ ഇസ് നോ യൂസ് ഓഫ് ബീങ് എ ഹ്യൂമൻ, ദെൻ എവറിത്തിങ് വിൽ ബി കൺട്രോൾഡ് ബൈ AI. അപ്പോൾ ഓൾവേസ് ദാറ്റ് ഹ്യൂമൻ ഫാക്ടർ ഇസ് ഓൾവേസ് required, and it will always be required. As long as humans are alive, you need humans to survive. AI is just a means to get through the day-to-day basis, that's all. Film industryയിലേക്ക് കയറിപ്പെടണമെങ്കിൽ ഒരു ഫിലിം സ്കൂളിൽ ചേരണം എന്ന് നിർബന്ധം ഇല്ല. There is no hard written down 10 commandmentsലുള്ള ഒരു കമാൻഡ്മെൻ്റ് അല്ല നിങ്ങൾ പഠിക്കണമെങ്കിൽ ഫിലിം സ്കൂളിൽ കയറണം എന്ന് അങ്ങനെയില്ല. ബട്ട് ഫിലിം സ്കൂളിൽ പോയാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് വെച്ചാൽ യു ഗെറ്റ് ടു ഹാൻഡ്സ് ഓൺ ലേൺ ഹൗ ടു യൂസ് എ ക്യാമറ, ഹാൻഡ്സ് ഓൺ ലേൺ ഹൗ ടു യൂസ് എ ഹൈ പവേർഡ് സിസ്റ്റം, ഹാൻഡ്സ് ഓൺ ലേൺ ഹൗ ടു ഹാൻഡിൽ സെറ്റ്സ്, ഹാൻഡ്സ് ഓൺ ബി ഫോഴ്സ് ടു റൈറ്റ്. ആസ് എ ഡയറക്ടർ യു ഹാവ് ടു ബി ഫോഴ്സ് ടു റൈറ്റ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എഴുതാൻ ചിലപ്പോൾ തോന്നത്തില്ല, ബട്ട് വെൻ യു ആർ ദെയർ യു ആർ ഫോഴ്സ് ടു റൈറ്റ് സ്ക്രിപ്റ്റ്സ്, യു ആർ ഫോഴ്സ് ടു പ്രൂഫ് റീഡ് സ്ക്രിപ്റ്റ്സ്, യു ആർ ഫോഴ്സ് ടു ഷൂട്ട് ദം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് it sticks within the budget that you have pre-decided for you. It's not like you can shoot anything that you want. എല്ലാത്തിൻ്റെയും കൺസ്ട്രെയിൻസോടെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഫിലിം സ്കൂൾസ് ആണ്. അതില്ലാതെ ഇഫ് യു ഗോ ഔട്ട് ഓൺ യുവർ ഓൺ യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ് വിൽ ടേക്ക് യു ലോങ്ങർ. ഇറ്റ് വിൽ ടേക്ക് യു സംടൈംസ് യു മൈറ്റ് ബി ലക്കി, ഫസ്റ്റ് വർക്ക് തന്നെ അടിപൊളിയായിട്ട് ആൾക്കാർ നല്ല രീതിയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ യു മൈറ്റ് ബിക്കം ഇൻസ്റ്റൻ്റ്ലി ഫേമസ്. ബട്ട് keeping the general idea of hard work into this aspect of filmmaking, you have to learn step by step. അത് നിങ്ങൾക്ക് തന്നെ പഠിക്കുകയും ചെയ്യാം. ഒരു stepping ladder to getting to your destination quicker, film schools are always helpful. The environment, the people around you, all that decide the direction in which you go forward. If you are alone in a room watching YouTube, you'll get distracted easily.
however hardworking you are, you will get distractions. But if you are amongst people who all are working together to make sure that everybody gets to work in films, everybody gets to be part of the film industry, then film schools are always a good place to go. I would believe next project is something that I am doing on my own. I'm producing a small short film for Instagram. It's a small 5 people crew with just 2 actors in it, and I'm going to shoot it on an iPhone. Budget constraints kondalla, I just want to shoot an iPhone video for Instagram as a short film. So vertically thanne kaanam ennulla reethiyil. I've been writing the script for about 3-4 months now. Crisp, I'm like chiseling off the edges to make sure that it fits properly, and experiment with my way of thinking and hope that people will accept it. So this month or next month I'll be shooting the video, and I'll be getting back to you for promotions.